ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രോട്ട്. നമ്മൾ നമ്പർ തിയറിയുടെ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം എലമെൻ്ററി അസിംപ്റ്റോട്ടിക് ഫോർമുലാസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കൊരു നോട്ട് നോക്കാം. നോട്ട്: ഇഫ് എഫ് ഹാസ് എ constant derivative f dash for every x greater than or equal to 1, for every x greater than or equal to 1, then we know that the Euler summation formula, summation y less than n less than or equal to x f of n, which is equal to integral y to x f of t dt plus integral y to x t minus box t into f dash of t dt plus f of x into box x minus x minus f of y into box y minus y. Okay, this equation becomes summation n less than or equal to x f of n, which is equal to integral 1 to x f of t dt plus integral 1 to x t minus box t into f dash of t dt plus f of x into box x minus x plus f of 1. ഓക്കെ, സോ ഈ നോട്ട് വളരെ സിമ്പിളാണ്. ഇപ്പോൾ എഫ് നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓയിലർ സമ്മേഷൻ ഫോർമുല നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ആ ഫോർമുല ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. ഓക്കെ, സോ എഫ് എന്നുള്ള അരിത്തമെറ്റിക്കൽ ഫംഗ്ഷന് ഒരു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, എഫ് ഡാഷ്. ഓക്കെ, ഫോർ എവറി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഓയിലർ സമ്മേഷൻ ഫോർമുല ബിക്കംസ് ദിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓയിലർ സമ്മേഷൻ ഫോർമുല എന്തായിട്ട് മാറും? ഈ രീതിയിലേക്ക് വരും. ഓക്കെ, ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ആ ഫോർമുല പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ഫോർമുലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറംസ് ആണ്. ഓക്കെ, സം എലമെൻ്ററി അസിംപ്റ്റോട്ടിക് ഫോർമുലാസ്. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു തിയറമാണ്. ഓക്കെ, തിയറം: ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, we have statement A, summation n less than or equal to x 1 by n, which is equal to log x plus c plus big of 1 by x. Okay, statement B, summation n less than or equal to x 1 by n raised to s, which is equal to x raised to 1 minus s by 1 minus s plus theta of s plus big of x raised to minus s if s greater than 0, s not equal to 1. Okay, statement C, summation n greater than x 1 by n raised to s, which is equal to big of x raised to 1 minus s if s less than
if s greater than 1, if s greater than 1. Okay. Statement D, summation n less than or equal to x n raised to alpha which is equal to x raised to alpha plus 1 by alpha plus 1 plus big of x raised to alpha, comma, if alpha greater than or equal to 0. Okay. ഇനി നമുക്ക് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 1 അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ വാലിഡ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലൊരു സി ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനിലൊരു സീറ്റ് ഉണ്ട്. അതൊക്കെ എന്താണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ദ പാർട്ട് എ, ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് എ, the constant c is Euler's constant. Is Euler's constant defined by Euler's constant defined by c equal to limit n tends to infinity 1 plus 1 by 2 plus 1 by 3 plus etc plus 1 by n minus log n. Okay. In the statement B, theta of s denotes the Riemann zeta function, the Riemann zeta function, it is defined by the equation theta of s equal to summation n from 1 to infinity 1 by n raised to s if s greater than 1, and by the equation theta of s equal to limit x tends to infinity summation n less than or equal to x 1 by n raised to s minus x raised to 1 minus s by 1 minus s. Okay. If 0 less than l less than 1. Okay. So statement A പറഞ്ഞിരിക്കുന്ന സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓയിലർ കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഈ രീതിയിലാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ബിയിൽ പറഞ്ഞിരിക്കുന്ന സീറ്റ ഓഫ് എസ് അത് റീമാൻ സീറ്റ ഫംഗ്ഷൻ ആണ്. അത് ഫോർ എസ് ഗ്രേറ്റർ ദാൻ 1 ഇതായിരിക്കും. ഇൻ ബിറ്റ്വീൻ ഇഫ് എസ് ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 1 സീറ്റ ഓഫ് എസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 by n raised to s minus x raised to 1 minus s by 1 minus s ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 by n ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി പ്ലസ് ബിഗ് ഓഫ് 1 by x. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് പാർട്ട് എയുടെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. വി ടേക്ക് f of t equal to 1 over t in Euler's summation formula for x greater than or equal to 1. Okay. ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അതിൻ്റെ കേസിലുള്ള ഓയിലർ സമ്മേഷൻ ഫോർമുല നമ്മൾ തൊട്ട് മുമ്പേ നോട്ടായിട്ട് ഡിസ്കസ് ചെയ്തു. ആ ഒരു ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഓഫ് ടിയെ 1/t ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ ഓയിലർ സമ്മേഷൻ ഫോർമുല എന്താണ്, സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് n ആണ്,
which is equal to integral 1 to x f of t dt plus integral 1 to x t minus box t into f dash of t dt plus f of x into box x minus x plus 1. ഓക്കെ, ഇവിടെ ശരിക്കും എഫ് ഓഫ് 1 ആയിരുന്നു ലാസ്റ്റിൽ വരേണ്ടിയിരുന്നത്. ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ ഇക്വേഷനിൽ അവിടെ എഫ് ഓഫ് 1 വരാൻ 1 വരാൻ റീസൺ എന്താണ്? നമുക്ക് എഫ് ഓഫ് ടീനെ നമ്മൾ ചൂസ് ചെയ്തത് 1/t ആണ്. സോ എഫ് ഓഫ് 1 എന്തായിരിക്കും? 1/1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അതുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇക്വേഷനിൽ എഫ് ഓഫ് 1 വരെ 1 വന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പുട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എഫ് ഓഫ് ടീൻ്റെ വാല്യൂ 1/t നമുക്കവിടെ പുട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എഫ് ഓഫ് n വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ടു x എഫ് ഓഫ് ടിക്ക് 1/t dt പ്ലസ് ഇൻ്റഗ്രൽ 1 ടു x t മൈനസ് ബോക്സ് t ഇൻറ്റു ഇനി എഫ് ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? എഫ് ഓഫ് ടി 1/t ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? 1/tയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/t². ഓക്കെ, അത് നമ്മളവിടെ ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ടി മൈനസ് ബോക്സ് ടീൻ്റെ എഫ് ഡാഷ് ഓഫ് ടിക്ക് വരെ അവിടെ ഇൻറ്റു മൈനസ് 1/t². ഓക്കെ, മൈനസ് 1/t² dt പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1/x വരും. സോ 1/x ഇൻറ്റു പിന്നെ ആരുണ്ട്? ബോക്സ് എക്സ് മൈനസ് എക്സ്. ഓക്കെ, പ്ലസ് 1. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? ഇൻ്റഗ്രൽ 1/t എന്താ വരിക? ലോഗ് ടി. ഓക്കെ, സോ ലോഗ് ടി ഫ്രം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ കൊടുക്കുക. സോ log t from 1 to x minus integral 1 to x t minus box t. നമ്മൾ ഈ മൈനസ് 1/t² മൈനസിനെ പുറത്തെടുത്തു, അതുകൊണ്ടാണ് പുറത്ത് മൈനസ് വന്നത്. ടി മൈനസ് ബോക്സ് ടി ഡിവൈഡ് ബൈ t² dt മൈനസ് പിന്നെ ബോക്സ് എക്സ് മൈനസ് എക്സിനെ നമ്മൾ എന്ത് ചെയ്ത് എക്സ് മൈനസ് ബോക്സ് എക്സ് എന്ന് എഴുതുമ്പോൾ അവിടെ ഒരു മൈനസ് വരും. സോ എക്സ് മൈനസ് ബോക്സ് എക്സ് ബൈ എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ലോഗിന് എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ ലോഗ് എക്സ് മൈനസ് പിന്നെ ലോഗ് 1 എന്ന് പറയുമ്പോൾ എന്തായി പോവും? 0. സോ 0. സോ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ലോഗ് എക്സ് മൈനസ് പിന്നെ ആര് വരും? ഇൻ്റഗ്രൽ 1 ടു ഇനി നമ്മൾ ഇൻ്റഗ്രൽ 1 ടു എക്സ് നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യാണ്. നമ്മൾ ഇൻ്റഗ്രൽ 1 ടു എക്സ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇൻ്റഗ്രൽ 1 ടു എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി. സോ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് എന്താണ്? ഇൻ്റഗ്രൽ 1 ടു എക്സ് ആണ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് 1 ടു എക്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? സോ ഇൻ്റഗ്രൽ 1 ടു എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഇൻ്റഗ്രൽ 1 ടു എക്സിന് നമ്മൾ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. സോ ആ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ ആ മൈനസ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇതെന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 1 ടു എക്സ് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ t² dt പ്ലസ് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് മൈനസ് ഉള്ളിലേക്ക് കയറി പ്ലസ് ആവുന്നത്. പ്ലസ് ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ t² dt ബാക്കി ആരുണ്ട്? മൈനസ് എക്സ് മൈനസ് ബോക്സ് എക്സ് ബൈ എക്സ് പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഈസ് summation n less than or equal to x 1/n which is equal to log x minus നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ t² dt പ്ലസ് ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി
ടി മൈനസ് ബോക്സ് ടി ബൈ ടി സ്ക്വയർ ഡി ടി പ്ലസ് 1 പ്ലസ് നമ്മൾ എന്ത് ചെയ്യാതാ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബിഗ് ഓഫ് 1/x എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു ബിഗ് ഓഫ് 1/x. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം എക്സ് മൈനസ് ബോക്സ് എക്സ് ബൈ എക്സ് വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x എന്ന് എഴുതാം. സോ എക്സ് മൈനസ് ബോക്സ് എക്സ് ബൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ബിഗ് ഓഫ് 1/x എന്ന് എഴുതാം. ഓക്കെ, ഇതിനൊരു എഫ് ആയിട്ടും ദിസ് ഈസ് ഈക്വൽ ടു ഇതിനൊരു ജി ആയിട്ടും നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, സോ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിട്ട് മാറും? നെക്സ്റ്റ് ഇനി നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, ഇതിലൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, രണ്ട് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഉണ്ട്. ഇതാ എന്താണ് 1 to infinity x to infinity. ഓക്കെ, അതെന്തായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. നൗ ദി ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ integral 1 to infinity t minus box t by t square dt which exists and is dominated by integral 1 to infinity 1 by t square dt. Okay, that means integral 1 to infinity t minus box t by t square dt which is less than or equal to integral 1 to infinity 1 by t square dt എന്നാണ് ഡോമിനേറ്റഡ് ബൈ എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റിയുടെ കേസ് പറഞ്ഞു. ഓക്കെ, സോ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റിയുടെ കേസിൽ ഇതാ ഈ ഒരു ടേമിനെ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റഗ്രലിനെ ആര് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇൻ്റഗ്രൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൽ മറ്റൊരു ടേമും കൂടി ഉണ്ട്, ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി. അതിൻ്റെ കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓൾസോ ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ ടി സ്ക്വയർ ഡി ടി. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി 1 by t square dt. ഓക്കെ, 1 by t square dt. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി 1 by t സ്ക്വയർ ഡി ടിയുടെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു മൈനസ് 2 + 1 by മൈനസ് 2 + 1 എന്ന് കിട്ടും. ഫ്രം എക്സ് ടു ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1 by t ഫ്രം എക്സ് ടു ഇൻഫിനിറ്റി which is equal to minus of 0 minus 1 by x. Okay, which is equal to 1 over x. Okay, so നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? ഇതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 1 by x. ഓക്കെ, നമുക്കതവിടെ റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ ടി സ്ക്വയർ ഡി ടി. ഓക്കെ, which is less than 1 over x. Okay, so therefore നമുക്ക് എന്ത് പറയാം? therefore integral x to infinity t minus box t by t square dt which is equal to big of 1 by x എന്ന് എഴുതാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് ചേഞ്ച് ചെയ്യാം? ഈ രണ്ടെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം? സോ ഇത് നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാം? ബിഗ് ഓഫ് 1 by x ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ ടി സ്ക്വയർ ഡി ടിക്ക് പകരം ബിഗ് ഓഫ് 1 by x എന്ന് എഴുതാം. നമ്മുടെ ഇക്വേഷൻ ഇതിന് ജസ്റ്റ് ഒരു ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ദെൻ 2 ബിക്കം 2 becomes ഇക്വേഷൻ 2 എന്തായാലും മാറും? സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x 1 by n which is equal to log x plus 1 നമ്മൾ ആദ്യം എഴുതി മൈനസ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ ടി സ്ക്വയർ ഡി ടി അതേപോലെ എഴുതി പ്ലസ് ഓൾറെഡി ഒരു 1 ഓവർ അതിൽ ഒരു ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ഉള്ള ടേം ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ബിഗ് ഓഫ് 1 over x എഴുതി പ്ലസ്
ഇനി ഓൾറെഡി ആ ഇക്വേഷൻ 2-ലൊരു ബിഗ് ഓഫ് 1/x ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെയും നമ്മൾ എഴുതി. ഓക്കെ, ഓക്കെ. സോ this is equal to log x plus 1 minus integral 1 to infinity t minus box t by t square dt plus നമ്മൾ ഡിസ്കസ് ചെയ്തൊരു റിസൾട്ടാണ് ബിഗ് ഓഫ് സംതിങ് പ്ലസ് ബിഗ് ഓഫ് സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ അതായത് ബിഗ് ഓഫ് എഫ് പ്ലസ് ബിഗ് ഓഫ് എഫ് എന്തായിരിക്കും? ബിഗ് ഓഫ് എഫ് തന്നെ ആയിരിക്കും. അതേപോലെ ബിഗ് ഓഫ് 1/x പ്ലസ് ബിഗ് ഓഫ് 1/x ബിഗ് ഓഫ് 1/x ആയിരിക്കും. ഓക്കെ, സോ ഹെൻസ് നമുക്ക് എന്താ പറയാം? ഹെൻസ് summation n less than or equal to x 1/n which is equal to log x plus 1 minus integral 1 to infinity, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം log x പ്ലസ് c പ്ലസ് ബിഗ് ഓഫ് 1/x. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേമിനെ ഇത്രയൊരു ടേം നമുക്ക് c ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? വേർ c ഈക്വൽ ടു 1 മൈനസ് ഇൻറ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ ടി സ്ക്വയർ ഡി ടി. ഓക്കെ, ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? സിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 1-ൻ്റെ പ്രൂഫ് ഇതായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബി നമുക്ക് പ്രൂവ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ബി നിങ്ങൾ നോക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ബി ഇതാണ്. സമ്മേഷൻ n less than or equal to x 1/n raised to s which is equal to x raised to 1 minus s by 1 minus s plus theta of s plus big of x raised to minus s if s greater than 0 and s not equal to 1. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എഫ് ഓഫ് ടിയെ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓയിലർ സമ്മേഷൻ ഫോർമുല ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? 1/t റേസ് ടു എസ് ചൂസ് ചെയ്യുക. ഓക്കെ, എഫ് ഓഫ് ടി 1/t റേസ് ടു എസ് ചൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടു പ്രൂവ് സ്റ്റേറ്റ്മെൻറ്റ് ബി ടേക്ക് എഫ് ഓഫ് ടി ആസ് 1/t റേസ് ടു എസ് then by Euler's summation formula for x greater than or equal to 1 എന്തായിരിക്കും? summation n less than or equal to x 1/n raised to s which is equal to integral 1 to x 1/t raised to s. നമ്മൾ എഫ് ഓഫ് ടിയെ നമ്മൾ 1/t raised to s ആയിട്ട് ചൂസ് ചെയ്തു. സോ 1/t raised to s dt പ്ലസ് ഇൻറ്റഗ്രൽ 1 to x t മൈനസ് ബോക്സ് ടി ബൈ ഇനി നമ്മൾ നോക്കേണ്ടത് എഫ് ഓഫ് ടി 1/t raised to s ആണെങ്കിൽ ദാറ്റ് മീൻസ് 1/t raised to s എന്ന് പറയുമ്പോൾ t raised to മൈനസ് എസ്. ഇനി എഫ് ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? മൈനസ് എസ് ഇൻറ്റു ടി raised to മൈനസ് എസ് മൈനസ് 1 ദാറ്റ് മീൻസ് മൈനസ് എസ് ഇൻറ്റു t raised to minus of s plus 1. Okay, this is equal to minus s by t raised to s plus 1. So f dash of t എന്തായിരിക്കും? minus s by t raised to s plus 1. Okay, so നമ്മുടെ ഇക്വേഷനിൽ t minus box t into f dash of t ഇല്ലേ? സോ f dash of t വരെ നമുക്ക് എന്ത് കൊടുക്കാം? minus s by t raised to s plus 1. Okay, സോ ഇതെന്തായിട്ട് മാറും? ടി മൈനസ് ബോക്സ് ടി ബൈ ടി റേസ് ടു എസ് പ്ലസ് 1 ഇൻറ്റു മൈനസ് എസ്. സോ മൈനസ് എസ് ബൈ ടി റേസ് ടു എസ് പ്ലസ് 1 ഡി ടി പ്ലസ് ഇനി ബാക്കി ആരുണ്ട്? ബോക്സ് എക്സ് മൈനസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എസ് പ്ലസ് 1. ഓക്കെ, സോ ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു
ഇൻ്റഗ്രൽ 1 to x 1 by t raised to s എന്തായിരിക്കും? t raised to minus s plus 1 by minus s plus 1 from 1 to x മൈനസ് ഇവിടെ ഒരു എസ് ഉണ്ട്. ഓക്കെ, മൈനസ് എസ്സിനെ നമുക്ക് പുറത്തെടുക്കാം. സോ മൈനസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 to x t മൈനസ് ബോക്സ് t ബൈ t raised to s plus 1 dt dt പ്ലസ് 1 നമ്മൾ എക്സ് മൈനസ് ബോക്സ് എക്സ് ബൈ എക്സ് റേസ് ടു എസ് നമ്മൾ മൈനസ് ഓഫ് ബോക്സ് എക്സ് മൈനസ് എക്സിന് എക്സ് മൈനസ് ബോക്സ് എക്സ് എന്ന് മാറ്റി എഴുതി. ഓക്കെ, ബോക്സ് എക്സ് ബൈ എക്സ് റേസ് ടു എസ്. ഓക്കെ ഓക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു നമ്മൾ ടി റേസ് ടു മൈനസ് എസ് പ്ലസ് 1 അത് എക്സ് കൊടുക്കുമ്പോൾ ടിക്ക് എക്സ് കൊടുക്കുമ്പോൾ സോ എക്സ് റേസ് ടു 1 മൈനസ് എസ് ഡിവൈഡ് ബൈ 1 മൈനസ് എസ് മൈനസ് പിന്നെ 1 കൊടുക്കുമ്പോൾ 1 ബൈ 1 മൈനസ് എസ്. ഓക്കെ, പ്ലസ് പിന്നെ 1നെ നമ്മൾ ഇവിടെയുള്ള 1നെ നമ്മൾ ആദ്യം എഴുതാം. പ്ലസ് 1 പ്ലസ് പിന്നെ ബിഗ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു എസ്. ഓക്കെ, മൈനസ് അതായത് നമ്മൾ ഈ ഒരു ടേം നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ പ്രൂഫിൽ ചെയ്തതുപോലെ അതിനെ ബിഗ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു എസ് എന്ന് എഴുതി. റീസൺ എന്താണ്? എക്സ് മൈനസ് ബോക്സ് എക്സ് ബൈ എക്സ് റേസ് ടു എസ്. ഓക്കെ, എക്സ് റേസ് ടു എസ് വിച്ച് ഈസ് ലെസ് ദാൻ 1 ബൈ എക്സ് റേസ് ടു എസ് ആയിരിക്കും. ഓക്കെ, അതാണ് റീസൺ. ഇനി ബാക്കിയുള്ളതാ ഈ ഒരു ടേമിന്. ഓക്കെ, ഈ ഒരു ഇൻ്റഗ്രലിനെ നമ്മളെന്ത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം, 1 to എക്സ് പ്ലസ് എക്സ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. സോ ഇവിടെ ഉള്ളത് 1 to എക്സ് ആണ്. ഓക്കെ, സോ 1 to എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 1 to എക്സിന് നമുക്ക് 1 to എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി മൈനസ് എക്സ് ടു ഇൻഫിനിറ്റി എന്ന് മാറ്റി എഴുതാം. ഓക്കെ, സോ ഇവിടെയുള്ള ഇൻ്റഗ്രൽ 1 to എക്സിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു രീതിയിൽ 1 to ഇൻഫിനിറ്റി മൈനസ് എക്സ് ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, മൈനസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 to എക്സ്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം. മൈനസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ ടി റേസ് ടു 1 പ്ലസ് എസ് ടി ഡി മൈനസ് ഇൻ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ ടി റേസ് ടു 1 പ്ലസ് എസ് ഡി ടി. ഓക്കെ, സോ നമ്മൾ ബ്രാക്കറ്റ്, ഇത് ശരിക്കും ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, അത് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ മൈനസ് എസ് ഇവിടെ പ്ലസ്. ഓക്കെ, ഈ ഒരു ടേം എന്തായിട്ടും ഇവിടെ വരും, ഇവിടെ പ്ലസ് ആയിട്ട് വരും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് എസ് ബൈ 1 മൈനസ് എസ് പ്ലസ് സീറ്റ ഓഫ് എസ് പ്ലസ് ബിഗ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു എസ് പ്ലസ് ബിഗ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു എസ് എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ 1 മൈനസ് ഇവിടെ 1 മൈനസ് 1 ബൈ 1 മൈനസ് എസ്, ഇവിടെ 1 മൈനസ് 1 ബൈ 1 മൈനസ് എസ്, പിന്നെ മൈനസ് ഈ 3 ടേമിനെ, ഈ ഒരു 3 ടേമിന് നമ്മൾ എന്ത് ചെയ്തു, സീറ്റ ഓഫ് എസ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, പിന്നെ അതേപോലെ ഈ 1 ബൈ ബിഗ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു എസ് ഇതാ ഇവിടെ ഉണ്ട്. അതേപോലെ ഈ ഒരു ടേം നമ്മൾ എന്ത് ചെയ്തു, ബിഗ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു എസ് എന്ന് നമ്മൾ മാറ്റി എഴുതി. ഓക്കെ, സോ നമുക്കവിടെ എങ്ങനെയാണ് സീറ്റ ഓഫ് എസ് എന്ന്, എന്തിനാണ് സീറ്റ ഓഫ് എസ് എന്ന് മാറ്റിയതെന്ന് നമ്മൾ പറയാം. എന്താണ് സീറ്റ ഓഫ് എസ്, സീറ്റ ഓഫ് സി ഓഫ് എസ് ഒരു ഫംഗ്ഷൻ ഇൻ എസ് ആണ്. സി ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് എസ് മൈനസ് എസിൻ്റെ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ടി മൈനസ് ബോക്സ് ടി ബൈ ടി റേസ് ടു 1 പ്ലസ് എസ് ഡി ടി. ഓക്കെ, ഡി ടി. ഇനി ഈ ഒരു ടേം സി ഓഫ് എസ് വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, അത് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ സി ഓഫ് എസ് എന്തായിട്ട് മാറും, സി ഓഫ് എസ് ബിക്കം സീറ്റ ഓഫ് എസ് ആയിട്ട് മാറും.
Okay. Hence we can say that summation n less than or equal to x 1 by n raised to s എന്തായിട്ട് മാറും 1 by n raised to s which is equal to x raised to 1 minus s by 1 minus s plus theta of s plus പിന്നെ ഇവിടെ നമുക്കറിയാം ഇവിടെ രണ്ട് ബിഗ് ഓഫ് 1 by x raised to s ഉണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൈ പ്രോപ്പർട്ടി ബിഗ് ഓഫ് 1 by x raised to s എന്ന് എഴുതാം. അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് x raised to minus s എന്ന് എഴുതാം. ഓക്കെ, big of x raised to minus s. Okay, so this is the proof of second part. Okay, b part. So നമുക്ക് ഇനി നെക്സ്റ്റ് ഈ ഒരു സിയുടെ പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇനീക്വാലിറ്റി സമ്മേഷൻ n ഗ്രേറ്റർ ദാൻ എക്സ് എന്നാണ്. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തു. ഓക്കെ, സോ പ്രൂഫ് ഓഫ് സി പാർട്ട്. നമുക്കറിയാം നമ്മളിപ്പോൾ സമ്മേഷൻ n ഫ്രം 1 to infinity നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? സമ്മേഷൻ n ലെസ് ദാൻ എക്സ് പ്ലസ് നമ്മൾ സമ്മേഷൻ n ഫ്രം 1 to infinity നമുക്ക് സമ്മേഷൻ n ലെസ് ദാൻ എക്സ് പ്ലസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് സമ്മേഷൻ n ഗ്രേറ്റർ ദാൻ എക്സ് എന്ന രണ്ട് രീതിയിൽ സമ്മേറ്റ് ചെയ്താം. ഓക്കെ, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സും n ഗ്രേറ്റർ ദാൻ എക്സും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് n ഫ്രം 1 to infinity കിട്ടുന്നത്. ഇനി നമ്മുടെ ഇനീക്വാലിറ്റിയിലുള്ളത് നമുക്ക് സമ്മേഷൻ n ഗ്രേറ്റർ ദാൻ എക്സ് ആണ് വേണ്ടത്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. സോ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ n ഫ്രം 1 to infinity മൈനസ് സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഓക്കെ, ആ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, so summation n greater than x 1 by n raised to s which is equal to summation n from 1 to infinity 1 by n raised to s minus summation n less than or equal to x 1 by n raised to s. Okay, this is equal to ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പേ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 by n raised to s ൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ പ്രീവിയസ് ആയി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? സീറ്റ ഓഫ് എസ് ആണ്. സീറ്റ ഓഫ് എസ് മൈനസ് ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ എക്സ് റേസ് ടു 1 minus s by 1 minus s പ്ലസ് സീറ്റ ഓഫ് എസ് പ്ലസ് ബിഗ് ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ്. ഓക്കെ, സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് 1 by n raised to s ൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്തു ഇതാണെന്ന്. ഓക്കെ, ഓക്കെ, സോ ഇനി എന്ത് വരും? ഇവിടെ രണ്ട് സീറ്റ ഓഫ് എസ് ഉണ്ട്, അത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു പോകും. സോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് എക്സ് റേസ് ടു 1 minus s by 1 minus s പ്ലസ് ബിഗ് ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ്. ഓക്കെ, ദിസ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? ബിഗ് ഓഫ് എക്സ് റേസ് ടു 1 minus s എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ ബിഗ് ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ്. ഓക്കെ, this is equal to big of x raised to 1 minus s plus big of x raised to ഇതിനെ എന്തായിട്ട് ചേഞ്ച് ചെയ്യാം? ബിഗ് ഓഫ് എക്സ് റേസ് ടു 1 minus s ആയിട്ട് ചേഞ്ച് ചെയ്യാം. അതിന് റീസൺ ഉണ്ട്. ഓക്കെ, സോ ബിഗ് ഓഫ് എക്സ് റേസ് ടു 1 minus s ഉം ബിഗ് ഓഫ് എക്സ് റേസ് ടു 1 minus s ആഡ് ചെയ്യുമ്പോൾ ബിഗ് ഓഫ് എക്സ് റേസ് ടു 1 minus s. ഓക്കെ, സോ therefore summation n greater than x 1 by n raised to s which is equal to big of x raised to 1 minus s when s greater than 1. Okay, this is the proof of statement C. Okay, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഡി. ഓക്കെ, we know that summation n less than or equal to x f of n which is equal to integral 1 to x f of t dt plus integral 1 to x t minus box t into f dash of t dt plus f of x into
ബോക്സ് എക്സ് മൈനസ് എക്സ് പ്ലസ് 1. ഓക്കെ, നമുക്കറിയാവുന്ന റിസൾട്ടാണ്. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി റേസ് ടു ആൽഫ. ഓക്കെ, ടി റേസ് ടു ആൽഫ എന്ന് പുട്ട് ചെയ്യാം. എഫ് ഓഫ് ടി നമ്മൾ ടി റേസ് ടു ആൽഫ എന്ന് പുട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ദെൻ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ 1 ഇംപ്ലൈസ് 1 എന്തായിട്ട് മാറും? Then 1 implies 1 എന്തായിട്ട് മാറും? സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് n റേസ് ടു ആൽഫ. ഞാൻ ആൽഫ എന്നത് ഇൻഫിനിറ്റി ആയി പോകുന്നുണ്ട്, നോക്കണ്ട. ഇൻ്റഗ്രൽ 1 ടു എക്സ് ടി റേസ് ടു ആൽഫ ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 1 ടു എക്സ് ടി മൈനസ് ബോക്സ് ടി ഇൻറ്റു ആൽഫ റേസ് ടു ടി മൈനസ് 1 ഡി ടി. ഓക്കെ, ടി മൈനസ് 1 ഡി ടി. ഡെറിവേറ്റീവ് ആണ് ടി മൈനസ് 1. ഓക്കെ, ടി റേസ് ടു ആൽഫയുടെ ഡെറിവേറ്റീവ് ആൽഫ ഇൻറ്റു ടി റേസ് ടു ആൽഫ മൈനസ് 1. ആൽഫ മൈനസ് 1. ഓക്കെ, ഒരു എഫ് ഡാഷ് ഓഫ് ടി ഉണ്ട്. അതിൻ്റെ ആൽഫ ടി റേസ് ടു ആൽഫ എന്നുള്ളതിൻ്റെ എഫ് ഓഫ് ടി എന്തായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്? ടി റേസ് ടു ആൽഫ. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? ആൽഫ ഇൻറ്റു ടി റേസ് ടു ആൽഫ മൈനസ് 1. അതാണ് ഇവിടുത്തെ ടേം. ഓക്കെ, സോ ഡി ടി മൈനസ് എക്സ് റേസ് ടു ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബോക്സ് എക്സ് പ്ലസ് 1. ഓക്കെ, സോ ടി റേസ് ടു ആൽഫയുടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു ആൽഫ പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് 1 ഫ്രം 1 ടു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ. ഇവിടെയുള്ള ആൽഫയെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലുള്ള ഈ ഒരു ടേമിലുള്ള ആൽഫയെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. സോ ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ 1 ടു എക്സ് ടി മൈനസ് ബോക്സ് ടി ഇൻറ്റു ടി റേസ് ടു ആൽഫ മൈനസ് 1 ഡി ടി പ്ലസ് ബാക്കിയുള്ള ടേമിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യാം? ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ എന്ന് എഴുതാം പ്ലസ് 1. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് റേസ് ടു ആൽഫ പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് 1 മൈനസ് 1 ബൈ ആൽഫ പ്ലസ് 1. ഓക്കെ, പ്ലസ് 1 അതാണ് നമ്മൾ ആദ്യം എഴുതി ഇക്വേഷനിലുള്ള പ്ലസ് ആൽഫ ഇൻറ്റു. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? എന്താ ഈ ഒരു ഇൻ്റഗ്രലിനെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. നമുക്കെങ്ങനെ ചേഞ്ച് ചെയ്യാം? ബിഗ് ഓഫ് അല്ലെങ്കിൽ ആൽഫ ഇൻറ്റു ബിഗ് ഓഫ് ഇൻ്റഗ്രൽ 1 ടു എക്സ് ടി റേസ് ടു ആൽഫ മൈനസ് 1 ഡി ടി. ഓക്കെ, പ്ലസ് ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു ആൽഫ പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് 1 മൈനസ് 1 ബൈ ആൽഫ പ്ലസ് 1 പ്ലസ് 1 പ്ലസ്. ഇനി നമുക്ക് മൊത്തത്തിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇത് നമുക്ക് മൊത്തത്തിൽ എന്തിനെ ചേഞ്ച് ചെയ്യാം? ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ പ്ലസ് ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ. ഈ രണ്ട് ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ കിട്ടും. മൈനസ് 1 ബൈ ആൽഫ പ്ലസ് 1 പ്ലസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ബിഗ് ഓഫ് അതിലേക്ക് ഇത് എക്സ് റേസ് ടു ആൽഫയുടെ ടേംസ് ഉള്ളതാണല്ലോ. സോ അതിൻ്റെ റീസൺ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. സോ ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ പ്ലസ് ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു ആൽഫ പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് 1 പ്ലസ് ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ കിട്ടും. ഓക്കെ, ബൈ പ്രീവിയസ് റിസൾട്ട്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു വിച്ച് മീൻസ് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സമ്മേഷൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ റേസ് ടു ആൽഫ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു
എക്സ് റേസ് ടു ആൽഫ പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് 1 പ്ലസ് ബിഗ് ഓഫ് എക്സ് റേസ് ടു ആൽഫ. ഓക്കെ, സോ ദിസ് ഈസ് ദി പ്രൂഫ്. ഈ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് ഓരോ ടേംസ് കുറഞ്ഞ് വരുന്നത് കാണാം. ഓക്കെ, ഈ ഓരോ ടേംസ് നമുക്ക് ഓരോ സ്റ്റെപ്പിലും ടേംസ് കുറഞ്ഞ് വരുന്നത് കാണാം. നമുക്കൊരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ്റെ എന്താണ് ബിഗ് ഓ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റണമെങ്കിൽ നമുക്കറിയാം എഫ് ബൈ ജി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ജി എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ എക്സ്പ്രഷൻസ് ഈ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് അതിനങ്ങനെ സ്റ്റെപ്സ്, അതായത് നമ്പർ ഓഫ് ടേംസ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഓക്കെ, സോ ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ ഒരു തിയറത്തിനുള്ളത്. ഓക്കെ.